ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ജാസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നാവില്ലേ, ഒന്നുമല്ല, നമ്മുടെ ട്രെയിനിലാണ് ഇന്നത്തെ യാത്ര. എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൽ പോകണതാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഗുരുവായൂരിലേക്കാണ് നമ്മൾ പോണത്. ഗുരുവായൂരിലേക്ക് നമുക്ക് പോകുന്ന ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ട്രെയിനിലെ യാത്രയാണ്. പിന്നെ ബസ്സിലേക്ക് ഞാൻ കയറി അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ പോകുന്ന ഈ ഒരു വഴികളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഗുരുവായൂരിലേക്കൊക്കെ പോയിട്ടുണ്ടാവില്ലല്ലേ? പിന്നെ നമ്മൾ ഗുരുവായൂരിലെത്തി. ഗുരുവായൂരിൽ ആൾക്കാരും കുറേ ഉണ്ടായിരുന്നു. കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, കുറേ കല്യാണം ഉണ്ടായിരുന്നു. അതേപോലത്തെ നമ്മൾ കൃഷ്ണൻ്റെ അവിടെ ഞാൻ ശബരിമലയ്ക്കൊക്കെ വന്നിട്ട് അവിടെ കുളിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി കാലൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയുള്ള പോക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നിറയെ മീനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാല് കഴുകാനുള്ള ഈ പോക്കാണ് ഈ പോണത്. അച്ഛനിതാ കാലഴുകി വന്നു. ഞാനിവിടെ കാല് കഴുകാൻ വേണ്ടി ഇരിക്കുകയാണ്. കണ്ടോ, കാലൊക്കെ കഴുകി. അപ്പോഴാണ് ഈ മീൻ കുട്ടികളെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഏകദേശം കാണുന്നുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളിതാ ഹോട്ടലൊക്കെ ഇവിടെ അടുത്ത് തന്നെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഹോട്ടലിലൊന്നും കയറിയിട്ടില്ല. നമ്മളിതാ കണ്ടോ, അങ്ങനെ ഗുരുവായൂരിലെ അമ്പലത്തേക്ക് പോയി. അവിടെയൊക്കെ ഡാൻസൊക്കെ കണ്ടു. പിന്നെ അതേപോലെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോഴാണ് ഞാൻ പിന്നെ കുറേ കഴിഞ്ഞിട്ടാട്ടോ ചോറുണ്ണാൻ വിട്ടത്. ചോറുണ്ണാൻ കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഒരു വയ്യാത്ത കുട്ടിയും അതിൻ്റെ അമ്മയും അവിടെ നിൽക്കുന്നത് കണ്ടിട്ടോ. അവിടെ പാവണ്ട് തോന്നി. അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തതാണിത്. എന്താ വെച്ചാൽ വയ്യാത്ത ഒരു കുട്ടിയായിട്ട് എൻ്റെ അമ്മ കളിക്കുകയായിരുന്നു. ആ കുട്ടീനോടൊപ്പം അങ്ങനെ കളിച്ച് നിൽക്കുന്നു. കണ്ടോ, നല്ല രസമുണ്ട് കാണാനും. അങ്ങനെ ഞങ്ങളിതാ വേറൊരു സ്ഥലത്തെത്തി. ഏതാണെന്ന് വെച്ചാൽ നമ്മളെ മറിയൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള മീനുകളുടെ ലോകം എന്നുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ അതിനുള്ളിലേക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ കയറി. അങ്ങനെ കയറിയ ഈ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ ഇനി തൊട്ട് കാണാൻ പോകുന്നതൊക്കെ നമ്മളെ മീനിൻ്റെ കാര്യങ്ങളാണ്. മീൻ കുറേ ഉണ്ടായിരുന്നു ഇവിടെ. അതേപോലെ ആണോ നമ്മൾ വാങ്ങാൻ കിട്ടുന്ന അതേപോലത്തെ മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ടതൊക്കെ നമ്മൾ ഇവിടെ ഉള്ള ഒരു മീനാണ്. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കുക, എന്തൊക്കെ പറയുന്നത് അടിപൊളിയാണ്. ഈ മീനിന് ഇട്ട വെള്ളത്തിനുള്ളിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ. പിന്നെ കാറിൻ്റെ ഉള്ളിൽ കുറച്ച് മീനുകളിട്ടുണ്ടായിരുന്നു. കാറ്. പിന്നെ അതേപോലെ തന്നെ വേറെ കുറേ മീനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. ഇവിടെ വെള്ള മീൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു സംഭവം കണ്ടോ, നമ്മളെ ഈ ശില്പത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ മീൻ കറങ്ങണമെന്നായിരുന്നു. അതേപോലെ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച മീൻ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വർക്കിങ്ങും കാര്യങ്ങളാണ് അടിപൊളിയായിട്ടുള്ളത്. അതിനുള്ളിൽ കൂടെയൊക്കെ മീനുകൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാറ് കാട്ടിച്ച പോലെ തന്നെ ഈ കാര്യമാണ് നമ്മൾ കണ്ടത്. ഗുഡ്സിൻ്റെ ഉള്ളത് കാറ് കാണിച്ചില്ലേ, അതേപോലെ തന്നെ. ഇപ്പോൾ പിന്നെ നമ്മൾ ഈ വേറെ വലിയ മീൻ അങ്ങനെ കാണുകയാണ്. ഞാൻ ചിലതിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ പേരൊക്കെ. പിന്നെ ഇങ്ങനത്തെ ഇത് കണ്ടോ, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അനങ്ങാതെ നിൽക്കുന്ന ഒരു മീനുണ്ടായിരുന്നു അവിടെ. അതുപോലെ ഒരു വെള്ള കളർ മീൻ. നിങ്ങൾ ഞാൻ കാട്ടിത്തരുന്ന ഈ ഒരു ബോർഡൊന്ന് വായിച്ചു നോക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സിൽവർ അരോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വാലൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇതെനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മൊയ്യാണെന്ന് കരുതി പോയിട്ടോ, അതിൻ്റെ ആ ഒരു മീശ പോലത്തെ സാധനമൊക്കെ കണ്ടപ്പോൾ. പിന്നെ മീൻ കാലിൻ്റെ അടിയിൽ കൂടെ ഒക്കെ കുത്തുന്ന അങ്ങനെ മീനുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഐസിൻ്റെ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ. അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് നമ്മളിങ്ങനെ വന്നിരുന്നു. ഇത് കണ്ടോ, ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. ഓറഞ്ചും മഞ്ഞയും ചുവപ്പായിട്ടുള്ള പലതരം മീനുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഫോറസ്റ്റിനുള്ളിലേക്ക് കിടക്കാൻ നിൽക്കണേൽ മുന്നേ നമ്മൾ ഈ ഒരു കാര്യം കിടക്കണ്ടായിരുന്നു. കുറച്ച് ആമക്കുട്ടന്മാരിവിടെ അങ്ങനെ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ. എല്ലാ ജീവികളും ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് കണ്ടോ, ഞണ്ട്,
സ്രാവ്, അതേപോലെ ഇതാ ഒരു എന്താ പറയുക, മറ്റേ ഈ മുളേനെ ചുറ്റും മീനുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇതുണ്ടോ, നമ്മളിവിടുത്തെ മീനുകളാണ് ഈ കാണാനൊക്കെ. ഇത് ഒരു അടിപൊളി മീനിൻ്റെ ഒരു സ്പോട്ട് തന്നെയാണത്. പിന്നെ ഇതാ കണ്ടോ, നല്ല രസമല്ലേ. പിന്നെ ഇതാ കുറേ മീനുണ്ടായിരുന്നു ഇവിടെ, ഭയങ്കര രസമാണ്. നിങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വേണമല്ലോ അടിപൊളിയായിട്ട് ഇവിടുന്ന് പോവുള്ളൂ കേട്ടോ. ഒരു ഉഷാറിൽ തന്നെ പോവുള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഈ കാണുന്നത് വേറെ ഒരു കൊക്കിൻ്റെ സ്ഥലമാണ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. അതേപോലെ അത് തിരണ്ടിയാണ് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു പായണതാണ്. പിന്നെ ഇത് വലിയൊരു മീൻ കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ട് നമ്മൾ ഈ കടലിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണ പോലെ ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ പോയി പിന്നെ കുറച്ച് ഫിഷ് ഫീഡിങ് ചെയ്തു. ഇതാ കണ്ടോ. അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതങ്ങനെ പോവുകയായിരുന്നു. ബീച്ചിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ബീച്ച്. അവിടെ എത്തി, നമ്മൾ ബീച്ചിൽ പോയി. ഞാനിതാ അവിടെ കടലമ്മ കള്ളീന്നും ചോദ്യന്നൊക്കെ എഴുതുമായിരുന്നു. പക്ഷേ ആ തിരമാല അങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഇങ്ങോട്ട് തന്നെ ഓടി വരാനായിരുന്നു എൻ്റെ പ്ലാനിങ്. അവരാ കാറ്റിനനുസരിച്ച് തിരമാല നന്നായിട്ട് വലുതാകുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ഞാൻ എഴുതിയിട്ട് വേഗം പോരാനുള്ളതുണ്ട്. പക്ഷേ നമുക്ക് ഒച്ച കേൾക്കുമ്പോൾ വലുതായിട്ട് വരുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കാറ്റിന് നന്നായിട്ട് വലുതാകുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എഴുതാനായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കൈയൊക്കെ വീശി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ചോദ്യം എഴുതാല്ലേ ആ ചോന്നുള്ള അക്ഷരം പോലും എഴുതിയിട്ടില്ല. അപ്പോഴേക്കും നമ്മളെ തിരമാല നമ്മളെ പേടിപ്പിച്ച് നമ്മളെ ഒരു വഴിയാക്കിയിട്ടുണ്ട്. ഞാൻ ബാക്കി കാട്ടി തന്നിട്ടുണ്ടായില്ല ഇതിനുള്ളത്തെ ഇതാ. പിന്നെ ഞാൻ അവിടെ ഒരു അടിപൊളി, ഞാൻ ആദ്യം കരുതി ഒരു മത്സ്യകന്യക ഇറങ്ങി വരുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മത്സ്യകന്യക തന്നെയായിരുന്നില്ല, ഒരാൾ എന്താ പറയുക, നമ്മളെ ഈ ഒരു വെള്ളത്തിന് ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് വരുന്ന ഒരാളായിരുന്നു. ഇതാ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇപ്പോൾ വരും കേട്ടോ. ക്ലീൻ ആക്കാൻ വന്നൊരാളാണിത്. പക്ഷെ ഞാൻ ആദ്യം ഇറങ്ങി വരുന്നുണ്ടപ്പോൾ ഞാൻ കരുതി മത്സ്യകന്യകയാണ്, പിന്നല്ലേ മനസ്സിലായത്. പിന്നെ ഇതാ ഞാൻ ഇവിടുന്ന് ഇയാൾ എവിടേക്ക് പോയെന്ന് അറിഞ്ഞില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഓട്ടോനുള്ളിൽ കൂടെ പോയി. ഓട്ടോയാണോയെന്ന് അറിയില്ല, പക്ഷെ പിന്നെ അയാളെ കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ അവർ പോയിരുന്നു. ഞാൻ അയാളെ നോക്കിക്കൊണ്ടൊക്കെ ആയിരുന്നിട്ട് എവിടേക്കാണ് പോയെന്ന് ഉണ്ടോ. നമ്മൾ പെട്ടെന്ന് അത് കാണാണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി നോക്കുന്നുണ്ട്, പക്ഷെ തല ഇടിക്കുകയാണ്. എന്താ വെച്ചാൽ ഈ ക്ലാസ്സിലെ കാര്യം കാണുന്നില്ലല്ലോ. പിന്നെ ഇതാ നമ്മൾ എവിടെ നിന്ന് പോന്നു കണ്ടോ. പിന്നുള്ളതാണ് അടിപൊളിയായിട്ടുള്ള വീഡിയോ. ഇത് നല്ല രസമുള്ള ഒരു മീനിൻ്റെ ഒരു സ്പോട്ട് എന്ന് പറയുകയാണെങ്കിൽ അയിലാറുണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സ്ഥലം തന്നെയാണത്. നമ്മളെ ഗുരുവായൂരിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ സ്ഥലം കാണുക. ഇത് ചാവക്കാട് ഉള്ള ഒരു ഇതാണ്. ഗുരുവായൂരിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പോയാലാണിത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ, ബൈ, സീ യു. പിന്നെ ഞാൻ വാങ്ങിയ ഒരു ചെറിയൊരു സാധനം കൂടി നിങ്ങൾക്ക് ഇവിടെ കാട്ടിത്തരാം. ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇന്നത്തേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ടാറ്റ, ബൈ, സീ യു.